ഞാൻ CP അലി, നിലവിൽ മാടാക്കര പള്ളി കമ്മിറ്റിയുടെ രക്ഷാധികാരിയും നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു. നമ്മുടെ പള്ളി 2 വർഷത്തിലേറെയായി ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു. വളരെ ജീർണാവസ്ഥയിലായ പള്ളി പുതുക്കിപ്പണിയാൻ കമ്മിറ്റി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറിയപ്പോൾ കൊല്ലം പാടപ്പള്ളിയും കൊല്ലം ജമാഅത്ത് പള്ളിയുമെല്ലാം നവീകരിച്ച ആസ്കോൺ കൺസൾട്ടൻസിയുടെ സിദ്ദീഖ് സാഹിബുമായി പ്രിയപ്പെട്ട സിദ്ദീഖ് കൂട്ടുമുഖം ബന്ധപ്പെടുത്തി തരികയും അദ്ദേഹം ഈ സൈറ്റ് വന്ന് കണ്ട് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി ഈ പള്ളിയുടെ രൂപകൽപ്പന നടത്തും. വളരെ വേഗതയോടുകൂടി ചടുലതയോടുകൂടി 1.5 വർഷം കൊണ്ട് മനോഹരമായി ഈ പള്ളി പൂർത്തീകരിക്കാൻ മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടി കമ്മിറ്റിക്ക് സാധിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്നിപ്പോൾ ഈ പ്രദേശത്തുള്ള ഇതര പള്ളികളെ അപേക്ഷിച്ച് വളരെ വിശാലവും വളരെ മനോഹരവുമായി തല ഉയർത്തി നിൽക്കുന്ന മാടാക്കര പള്ളി ഇവിടെ മൺമറഞ്ഞു പോയ മഹാരഥന്മാരുടെ ഒരു സുകൃതം പോലെ ഇന്ന് ഇവിടെ അഭിമാന സ്തംഭമായി നിൽക്കുകയാണ്. ഈ പള്ളിയുടെ ഇന്നലകളെ കുറിച്ച് പരിശോധിച്ചാൽ BV മുഹമ്മദ് മുസ്ലിയാരും അദ്ദേഹത്തിന്റെ വന്യപിതാവ് അബൂബക്കർ മുസ്ലിയാരുടെയും അശ്രാന്ത പരിശ്രമത്താൽ ഈ പള്ളിയും മറ്റു കാര്യങ്ങളെല്ലാം പരിപാലിച്ചു പോകുന്നതായിട്ടാണ് നമുക്കിവിടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു നൂറ്റാണ്ടിലേറെ കാലം പഴക്കമുള്ള ഈ പള്ളിയുടെ ചരിത്രത്തിൽ ഒട്ടേറെ തവണ ഈ പള്ളി പുതുക്കി പണിതു. അതിന്റെ ഏറ്റവും അവസാനമായിട്ടാണ് ഈ കഴിഞ്ഞ 2002 ഇന്നീ കാണുന്ന രീതിയിൽ ഈ പള്ളി പുനഃക്രമീകരിച്ച് പുനർനിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ മഹലിലെ ഒരു 400ഓളം ആളുകൾക്ക് നിസ്കരിക്കാൻ പാകത്തിലുള്ള ഒരു വലിയ പള്ളി തന്നെയായിരുന്നു പൊളിച്ചു നീക്കിയ മാടാക്കര ജുമാ മസ്ജിദ്. ആ സമയത്ത് അത് പുനർനിർമ്മിക്കുമ്പോൾ 1000 പേർക്കെങ്കിലും നമസ്കരിക്കാൻ സൗകര്യമുള്ളൊരു പള്ളിയായിരിക്കണം എന്നായിരുന്നു നാട്ടുകാരുടെയും കമ്മിറ്റിക്കാരുടെയും ആഗ്രഹവും ആവശ്യം. ആ കാര്യം സിദ്ദീഖ് സാഹിബുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് പഠിക്കുകയും അത് സംബന്ധമായിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഞങ്ങൾക്ക് സമർപ്പിക്കുകയുമായി. വളരെ മനോഹരമായ രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതിലപ്പുറമുള്ള സൗകര്യങ്ങളോടുകൂടി ഈ പള്ളി നിർമ്മിച്ചപ്പോൾ ഇന്ന് നിലവിൽ 1000ഓളം ആളുകൾക്ക് നമസ്കരിക്കാനുള്ള സർവ്വ സൗകര്യങ്ങളുമുള്ള ഒരു പള്ളിയാക്കി നമുക്ക് ഈ മാടാക്കര ജുമാ മസ്ജിദിനെ മാറ്റിയെടുക്കാൻ സാധിച്ചു. പലപ്പോഴും ഞങ്ങളുടെ പല സംശയങ്ങൾക്കും വേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ട് അതിൻ്റെതായ സെഷനിൽപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ പാകപ്പെടുത്തി തരുന്നതിൽ സിദ്ദീഖ് സാർ കാണിച്ചിട്ടുള്ള ആ ഒരു ആത്മാർത്ഥതയും ഈ ഒരു ദീനീ സ്ഥാപനം എന്ന നിലക്ക് ഈ ഒരു മഹത്തായ സ്ഥാപനം പടുത്തുയർത്തുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു പ്രതിബദ്ധതയും കമ്മിറ്റി എന്നും ഓർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ചപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ പ്രത്യേകമായിട്ട് കാണുകയും അഭിവന്ദ്യനായ തങ്ങൾ തന്നെ അദ്ദേഹത്തിന് ആ സമ്മാനം നൽകുകയും ചെയ്ത അവസരം ഉദ്ഘാടന വേളയിൽ ഉണ്ടായിട്ടുള്ള കാര്യവും ഞാനിപ്പോൾ സ്മരിക്കുകയാണ്. എന്തായിരുന്നാലും ഈ രീതിയിലുള്ള ഒരു പള്ളി ഈ മാടാക്കര പ്രദേശത്ത് പടുത്തുയർത്തിയപ്പോൾ കണ്ടവരിലെല്ലാം വലിയ മതിപ്പും അഭിമാനവും ഉയർത്തിയ ഒരു മഹാസംഭവമായി ഈ സൗധം മാറി എന്ന കാര്യം വളരെ ചാരിതാർത്ഥ്യത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞങ്ങൾ നാട്ടുകാർ ഇവിടെ ഓർക്കുന്നത്. നാടിന്റെ പല ഭാഗത്തും ആധുനിക സൗകര്യങ്ങളുള്ള ഇത്തരത്തിലുള്ള പള്ളികൾ കാണുമ്പോൾ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു ഇതുപോലെയുള്ള ഒരു പള്ളി നമ്മുടെ നാട്ടിൻ പുറത്ത് എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക എന്നാണ് അത് സാധ്യമാവുകയെന്ന്. എന്നാൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ കടപ്പെട്ടിരിക്കുന്നത് സിദ്ദീഖ് കൂട്ടുമുഖം എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനും സഹപ്രവർത്തകനും അതുപോലെ തന്നെ എൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആ വ്യക്തിത്വത്തോടാണ്. കാരണം അദ്ദേഹമാണ് ഈ ആസ്കോൺ കൺസൾട്ടൻസിയുടെ സിദ്ദീഖ് സാഹിബിനെ ബന്ധപ്പെടുത്തി തരികയും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പള്ളി നിങ്ങൾക്ക് പണിതു തരാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള ഒരു ആത്മധൈര്യം പകർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിനനുസൃതമായിട്ടാണ് ഈ രീതിയിലുള്ള ചർച്ചയും മറ്റുമൊക്കെ നടത്തിക്കൊണ്ട് ഇങ്ങനെ വളരെ സമയബന്ധിതമായി അത് സിദ്ദീഖ് സാഹിബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്രമാത്രം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മറ്റൊരു പുറത്തു നിന്നുള്ള വലിയ അറബികളുടെയോ മറ്റോ സഹകരണവും ഇല്ലാതെ തന്നെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഇത്രയും വേഗതയിൽ പള്ളി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാടാക്കരയ്ക്ക് സ്വന്തമാണ്. ആ ഒരു ക്രെഡിറ്റ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതൊക്കെ ഞങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്.